ജന്തർ മന്ദിറിലെ സമരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ നിർദ്ദേശവുമായി സുപ്രീംകോടതി. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന് ദില്ലി സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ജന്തർ മന്ദിറിൽ നടന്ന സമരത്തിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശവുമായി വന്നിട്ടുണ്ട്. എന്താണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? അവന്തിക, ഈ കഴിഞ്ഞ 20-ാം തീയതി നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയായിരുന്നു ദില്ലി പോലീസ് ഉൾപ്പെടെ ഈ പെല്ലറ്റ് ഗൺ വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും പലരും ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ എത്തിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചില മാർഗനിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ പരിക്കേറ്റ ആളുകളുടെയൊക്കെ തന്നെ ചികിത്സ ഉറപ്പാക്കണമെന്ന് ദില്ലി സർക്കാരിന് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പെല്ലറ്റ് ഗൺ ഉപയോഗത്തിന് കൃത്യമായ ഒരു മാർഗരേഖ അല്ലെങ്കിൽ മാർഗനിർദ്ദേശം രൂപീകരിക്കേണ്ടി വരും എന്നതാണ്. കാരണം ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതടക്കം കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പെല്ലറ്റ് ഗൺ പബ്ലിക്കിന് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ട സാഹചര്യം, അതിലൊക്കെ തന്നെ ഒരു മാർഗരൂപം അല്ലെങ്കിൽ മാർഗരേഖ ഉണ്ടാക്കേണ്ടി വരുമെന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവന്തിക, ശരി, വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.